ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഫ്ലെമിംഗോസിനെ കണ്ടിച്ച് വന്നാലോ. ഇവിടെ ഫുള്ളും ഫ്ലെമിംഗോ കുട്ടന്മാരാണ്. പക്ഷെ അവന്മാരെ കാണുമെങ്കിൽ നമുക്ക് സീക്രട്ട് ആയിട്ട് കാണാനേ പറ്റൂ. കാരണം നമ്മുടെ സൗണ്ടൊക്കെ കേട്ട് അവന്മാരെ ഒളിച്ച് ഓടിയാലോ. അതുകൊണ്ട് ഫ്ലെമിംഗോ ഹൈഡെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. അതുകൊണ്ട് ദൂരമൊക്കെ അവന്മാരെ കാണാം. ഭയങ്കര നീളമാണ്. നീളമില്ലാത്ത എനിക്ക് അവന്മാരെ കാണുമ്പോൾ ഒരു അസൂയാണ്. കാരണം അവന്മാരുടെ കാലിന് ഭയങ്കര നീളം. എന്താ നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ് കണ്ടോ. ഫ്ലെമിംഗോ ഹൈറ്റ് ഇവിടെ എല്ലാം അവന്മാരാണ്. ദൂരെ നിൽക്കുന്ന ഫുള്ള് അവന്മാരാണ്. അപ്പം ഇതിനുള്ളിലോട്ട് കയറിപ്പോകാനൊരു വഴിയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു ഓലയൊക്കെ വെച്ച് മെടഞ്ഞ് വെച്ചിരിക്കാം. കാണാമൊക്കെ ഇതിൽ കൂടെയാണ് നമ്മൾ നടന്ന് പോകുന്നത്. ആ ഫ്രണ്ടിൽ പോകുന്നത് ഫ്ലെമിംഗോടെ കോമഡി പറഞ്ഞ് ചീറ്റി പോയ ഗായ്സാണോ അത് കേട്ടോ. അത് ചാനലിന്റെ പേരെന്തായിരുന്നു അളിയാ? ഹലബല്ലു നോക്കിക്കഴിഞ്ഞ ഒരു സെറ്റപ്പ് കോമഡി നിങ്ങൾക്ക് കാണാം കേട്ടോ. അളിഞ്ഞ സൈഡിൽ കിടന്നത് കയാക്കിങ്ങിന് പോയതിന്റെ ആ ഒരു ഇതിലാണോ അളി ആ ഫ്ലെമിംഗോടെ കോമഡി ഇങ്ങനെ ഉടലെടുത്തത്? അന്നേരമാണ് ആ ചരിത്രത്തിൽ എഴുതപ്പെട്ട ആ കോമഡി വന്നതല്ലേ. കോമഡി ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ അളിയന്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കാം. സത്യ. എന്നിട്ട് അളിയന്റെ 101 കോമഡികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ ഉടനെ ഇറങ്ങുന്നതായിരിക്കും. കണ്ടില്ലോ ഗൈസ്, വാക്കിംഗ് ഓൺ റൈറ്റ്. അല്ലേലും ഞാൻ റൈറ്റ് ആയിട്ടാണ് വാക്ക് ചെയ്യുന്നത്. ഇവര് ഇവിടെ വാക്കിംഗ് ഓൺ റൈറ്റ് എന്നൊക്കെ ഓല മടലിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ വാക്കിങ് ചെയ്യുന്നത് തന്നെ റൈറ്റ് ആയിട്ടാണ് അല്ലേ. എന്നിട്ട് അവരങ്ങനെ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഫ്ലെമിംഗോ ഹൈഡിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, ലുക്ക് അറ്റ് ദ ഫ്ലെമിംഗോ ഹൈഡ്. നമുക്ക് അവരെ കാണാമേ. സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല ഗൈസ്. സൂപ്പറായിട്ടുണ്ട് അവരെ കാണാൻ അല്ലേ. ഇവര് തപസ്സിലാന്ന് തോന്നുന്നു. തപസ് കഠിന തപസ്സിലാണ് അവന്മാര്. കൊള്ളാല്ലേ. കണ്ടോ, ഇതെന്ന് വെച്ചാൽ അവര് സമരത്തിലാണ്. ഇന്ന് ഫുഡ് കൊടുത്തില്ലെന്നും പറഞ്ഞ അവര് സമരത്തിലാണ് ഗൈസ്. കണ്ടില്ലേ? അതുകൊണ്ട് ഓരോന്നൊക്കെ പമ്പരം കറങ്ങുന്നവരൊക്കെ കറങ്ങുന്നത്. ഇതിൽ കൂടെ ക്ലോസ് വ്യൂ കാണാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കണ്ടുവെക്കാം. ഞാനും കൂടെ ഗൈസ്. അപ്പം ഞാനും കൂടെ ക്ലോസ് ആയിട്ട് കണ്ടുവെച്ച് വരാമേ. നമ്മളെ ക്ലോസ് വ്യൂ നമ്മൾ എടുക്കുകയാണ്. കണ്ടല്ലേ ഇവരുടെ സൗണ്ട് കണ്ടോ. ഫുള്ളൊരു എസ് മയമുണ്ട് ഇവന്മാരുടെ കഴുത്തേൽ. കണ്ടോ, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഫുള്ള് എസ്. ഇവന്മാർക്ക് വലിയ ചിറകാണ് ഗൈസ്, വലിയ ചിറക്. പക്ഷെ നമുക്കിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവില്ലെങ്കിലും ഇവന്മാർ ചിറക് വിടർത്തുമ്പോഴേ സെറ്റപ്പ് ചിറക് കണ്ടില്ലേ. ഭയങ്കര നീളമാണ്. എനിക്ക് പറ്റിയ ടീമല്ലേ ഇവന്മാർക്ക് കഴുത്തിനും കാലിനൊക്കെ ഭയങ്കര നീളമാണ്. ആ കഴുത്തിൻ്റെ വളവ് എസ് വളവ് പോലൊക്കെ ഇരിക്കും. കഴുത്ത് എസ് വളവിൻ്റെ ടീമാണ് ഗൈസ്. ഇവർ എസ് വളവിൻ്റെ ആൾക്കാരാണ്. വിചാരിക്കും, ദൈവം എന്തിനാണ് എനിക്ക് ഇത്രയും സൗന്ദര്യം തന്നത്, എന്തിനാണ് എനിക്ക് ഇത്രയും നീളം തന്നത്, അതുകൊണ്ടല്ലേ ഈ വായ്നൊക്കെയുള്ളൊക്കെ എന്നെ ബുദ്ധിമുട്ടിരുന്ന് കാണുന്നത് എന്നായിരിക്കും അമ്മമാർ വിചാരിക്കുന്നതല്ലേ. കണ്ട നീളം കൊണ്ടതിൻ്റെ ഷോ ആയിരിക്കും അമ്മമാർക്ക്. നിന്ന് അച്ചുതണ്ട് കറങ്ങുന്നില്ല. വെള്ളത്തിലധികം ആഴമില്ലെന്ന് തോന്നുന്നു. ഇതിനുള്ളിലെ ഫ്ലെമിംഗോ ഹൈഡിൻ്റെ
സെറ്റപ്പാണിത്. പണി നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഗൈസ് ഇത് വിന്ററിൽ മാത്രമേ ഇവിടെ കാണൂന്ന്, കാരണം തണുപ്പ് വേണമല്ലോ അല്ലേ ഇവർക്ക്. ഷോ ഗൈസ് തെറ്റിപ്പോയിരിക്കുന്നു. ഫ്ലെമിംഗോസിന് തണുപ്പ് വേണ്ടാതെ വെള്ളം മതി ഇത് അല്ലേ. അവന്മാർക്ക് കുറച്ച് നിൽക്കാനുള്ള സ്ഥലം മതി ഇതല്ലേ, തപസ്സിന് ഫ്രീ ആയിട്ട്. അപ്പം അത്രയും നല്ല നീളമുണ്ട്. അന്നേരം ഞാൻ ആ പുള്ളിയോട് ചോദിച്ചു ഇവിടെ എപ്പോഴും ഓൾ സീസണിൽ ഇവിടെ കാണുമെന്ന് ചോദിച്ചപ്പോൾ ഫുള്ള് ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇടയ്ക്കൊക്കെ വന്ന് ഫ്ലെമിംഗോസിനൊക്കെ എത്തി നോക്കിയിട്ട് പോവാം അല്ലേ. ഫ്രീ എൻട്രി ആണ്, അത് മറക്കരുതായിരുന്നു. ഫ്രീ എൻട്രി അവിടെ ഉണ്ടോ, അവിടെ നമ്മളുണ്ട് അല്ലേ. ഇതൊക്കെ നമുക്ക് റിസ്ക് അല്ലല്ലോ, റിസ്ക് എടുത്ത് റിസ്ക് സാപ്പിടുന്ന മതി. അത് തന്നെ. അത് കോമഡി ആയിരുന്നോ? ആരും കേട്ടിട്ടുണ്ടോ കോമഡി? അത് ആളിയന്റെ 101 കോമഡികളിൽ ഞാൻ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്ലെമിംഗോ കുട്ടന്മാരൊക്കെ കണ്ടിട്ട് നമ്മൾ പോവാണ്. അവന്മാരൊക്കെ ശല്യപ്പെടുത്തി അന്നേരം ഉള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ട്രോളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവന്മാരെ. അപ്പം നമ്മൾ പോവാണ്. അപ്പം ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഇൻവൈറ്റഡ് ടു ഹിയർ ഫോർ മോർ വീഡിയോസ്. ഓക്കെ ബൈ.